ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം. ഇന്നലെ 12,000-ഓളം നർത്തകികളെ അണിനിരത്തി വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എന്നാണല്ലോ അതിന്റെ സംഘാടകർ അറിയിച്ചത്. എന്നാൽ സംഭവിച്ച കണക്ക് ഇങ്ങനെയാണ്. ഈ 12,000-ഓളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ. 390 രൂപയ്ക്ക്. ഒരു സാരിയുടെ വില 390 രൂപയാണ് കല്യാൺ സിൽക്സ് ഈടാക്കിയത്. എത്ര പേരാണ് പങ്കെടുത്തത്? 12,000 പേരെന്ന് കണക്കുകൂട്ടി 11,500 പേരാണ് ഇന്നലെ ഈ സാരി ഉടുത്ത് ഈ നൃത്ത പരിപാടിക്ക് എത്തിയത്. സംഘാടകർ ഈടാക്കിയത് എത്ര രൂപയാണെന്ന് ശ്രദ്ധിക്കൂ. 390 രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി 1,600 രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ. 1,600 മൈനസ് 390 1,210 രൂപ. ഒരു സാരിക്ക്, സാരി ഒന്നിന് സംഘാടകർക്ക് കിട്ടുന്ന കൊള്ള ലാഭമാണ്. ഇനി മൊത്തം നമുക്കൊന്ന് കണക്കെടുക്കാം. എങ്ങനെയാണ് ഇതൊരു കൊള്ള നൃത്തമാകുന്നത്? പങ്കെടുത്തവരുടെ എണ്ണം 11,600. അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർക്ക് കിട്ടിയ ലാഭം 1,210. 11,600 ഗുണം 1,210 ഇസ് ഈക്വൽ ടു ആകെ ലാഭം 1,40,36,000 രൂപ. സാരിയുടെ മാത്രം ലാഭമാണ് കേട്ടോ. കല്യാൺ സിൽസ് 390 രൂപയ്ക്ക് കൊടുത്ത സാരി 1,600 രൂപയ്ക്ക് മറിച്ചു കൊടുത്ത് കൊള്ള ലാഭത്തിലൂടെ നേടിയത് 1,40,36,000 രൂപ. സംഭവം മഹാഭരതനാട്യമാണോ മഹാകൊള്ളനൃത്തമാണോ എന്ന് പ്രേക്ഷകർ ആലോചിക്കും. ഇനി കൊള്ളനൃത്തത്തിൽ ഈ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് പങ്കെടുത്തവർ 11,599 എന്നേ നമ്മൾ കണക്ക് കൂട്ടുന്നുള്ളൂ. കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും ദിവ്യ ഉണ്ണിയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ ദിവ്യ ഉണ്ണിയുടെ രജിസ്ട്രേഷൻ ഫീസ് കിട്ടിയിട്ടില്ല എന്ന് മാറ്റി നിർത്തിയാൽ ബാക്കി അവശേഷിക്കുന്നത് 11,599 പേരാണ്. ഈ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് വാങ്ങിയ തുക നോക്കൂ, 3,500 രൂപ. രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് 3,500 രൂപ വീതം ദിവ്യ ഉണ്ണി ഒഴിച്ച് 11,599 പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം 4,05,96,500 രൂപ. 4,05,96,500 രൂപ രജിസ്ട്രേഷൻ ഇനത്തിലും സംഘാടകർക്ക് കിട്ടി. ആകെ 10 ലക്ഷത്തിൽ താഴെയാണ് GCDAക്ക് ഈ നെഹ്റു സ്റ്റേഡിയം എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന തുക. ബാക്കി എല്ലാ പരിപാടികളുടെ സംഘാടനത്തിനുമായി 1 കോടി മാത്രം ബാക്കി വെച്ചാലും രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ മാത്രം 4 കോടിയിൽ 3 കോടി രൂപ ലാഭം. ഇതുകൂടാതെയാണ് ഉടുത്ത സാരിയുടെ പേരിലുള്ള അടിച്ചുമാറ്റൽ 1 കോടിയിലധികം രൂപ, 1,40,00,000 രൂപ. ഇനി കൊള്ളനൃത്തത്തിൽ മൊത്തം സാരിയിലെ ലാഭം നോക്കൂ, 1,40,36,000. രജിസ്ട്രേഷൻ ഫീസ് വഴി കിട്ടിയ ലാഭം 4,05,96,500. അങ്ങനെ മൊത്തം കൊള്ള ലാഭം 5,46,32,500 രൂപയാണ്. ഇത് കൂടാതെയാണ് ബുക്ക് മൈ ഷോ വഴിയൊക്കെ ഇതിന്റെ ടിക്കറ്റുകൾ വിറ്റിരുന്നു എന്നാണ് അറിയുന്നത്. അതിന്റെ ഭാഗമായി കിട്ടിയ 2-2.5 കോടി കൂടി കണക്കിലെടുത്താൽ ഒരു 7-8 കോടി രൂപ ചുരുങ്ങിയത് ഈ വലിയ ഇവന്റിലൂടെ സംഘാടകർക്ക് കിട്ടി. എന്നിട്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്നതാണ് ഉമാ തോമസ് MLA വീഴ്ചയ്ക്ക് കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. കട്ടിയുള്ള ശക്തമായൊരു ബാരിക്കേഡ് വെച്ച് പോലും ആ സ്റ്റേജ് മറയ്ക്കാൻ അവർക്ക് കഴിയാതെ പോയി. അതിന് വലിച്ചു കിട്ടിയ റിബൺ മാത്രമാണ്, ക്യൂ മാനേജറും കുറച്ച് റിബണും മാത്രമാണ് ഉപയോഗിച്ചത്. കഷ്ടിച്ച് 50 രൂപ വരും എന്നർത്ഥം. അതായത് 5,46,32,500 രൂപ രജിസ്ട്രേഷൻ ഇനത്തിലും സാരിയുടെ ലാഭത്തിലുമായി സംഘാടകർക്ക് കിട്ടിയപ്പോൾ കഷ്ടിച്ച് 100 രൂപയിൽ താഴെയുള്ള ക്യൂ മാനേജറും ഒരു റബണും വെച്ചാണ് ആ സ്റ്റേജ് അവർ സുരക്ഷയൊരുക്കിയിരുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. തട്ടിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകൂ. ഇതൊരു മെഗാ ഭരതനാട്യമല്ല, ഇതൊരു മെഗാ കൊള്ളനൃത്തമായിരുന്നു എന്നത് കണക്കുകളിൽ നിന്ന്